DA കുടിശ്ശിക ഉൾപ്പെടെ കൊടുക്കാൻ ഉള്ളത് കൊടുത്തു തീർക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. ഇക്കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സർക്കാരിനുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി. വിഷയത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളാണ് വരുന്നതെന്നും KN ബാലഗോപാൽ പറഞ്ഞു. DA സംബന്ധിച്ച് വലിയ ആശങ്ക നമ്മുടെ നാട്ടിലെ ജീവനക്കാർക്ക് വരുന്ന ഒരു വാർത്തയാണ്. അതിനകത്ത് DA സർക്കാർ നൽകുന്നതിനത് വളരെ നിഷേധാത്മകമായൊരു സമീപനം എടുത്തു എന്നാണ്. അങ്ങനല്ല സർക്കാരിൻ്റെ സമീപനം എന്ന് ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആകെ കൊടുക്കാനുള്ളത് കുറച്ച് കുടിശ്ശികയാണ് DAയുടെ. അത് സാമ്പത്തികമായിട്ട് നമുക്ക് ഇത്രയേറെ കട്ടിക്ക് വരുന്നതുകൊണ്ടാണ് അത് കൊടുക്കും. ക്ഷാമബത്തെയും മറ്റ് ആനുകൂല്യങ്ങളും ഉറപ്പാക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സർക്കാരിനുള്ളത്. അത് സർക്കാർ കൊടുക്കുക തന്നെ ചെയ്യും. ഈ കുടിശ്ശിക ഉൾപ്പെടെയുള്ളത് കൊടുക്കുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയമില്ല. അസന്നിഗ്ധമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. DR മുഴുവൻ കൊടുത്തു തീർത്തു. എന്നുവെച്ചാൽ പെൻഷൻകാരുടെ മുഴുവൻ കൊടുത്തു തീർത്തു. DA കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കില്ല എന്നൊരു ധാരണയില്ല. ഇതിനകത്ത് തെറ്റിദ്ധാരണാജനകമായൊരു വാർത്ത വന്നതുകൊണ്ടാണ് അത് അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഗവൺമെൻറ് അത് കൊടുക്കും. അപ്പോൾ ഇതെല്ലാം നിർത്തി ശമ്പളവും DAയും ആനുകൂല്യങ്ങളും നിർത്തി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതല്ല ഇടതുപക്ഷത്തിൻ്റെ സമീപനം. മനസ ചേരുകയാണ്. മനസ, എന്തൊക്കെയാണ് ധനമന്ത്രി വ്യക്തമാക്കിയത്? തീർച്ചയായും ധനമന്ത്രി സൂചിപ്പിച്ചത് ഇത്തരത്തിൽ DA സംബന്ധിച്ച് ആശങ്കാജനകമുണ്ടാക്കുന്ന വാർത്തകളാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിശദീകരണമായ ഒരു വാർത്താ സമ്മേളനമായിരുന്നു ഇന്ന് ധനമന്ത്രി വിളിച്ചു ചേർത്തത്. DA കുടിശ്ശിക ഉൾപ്പെടെയുള്ളവ കൊടുക്കാനുണ്ടെങ്കിൽ കൂടിയും അത് പ്രതിജ്ഞാബദ്ധമായി കൊടുത്തു തീർക്കാനുള്ള നിലപാടാണ് സർക്കാരിന് ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് മന്ത്രി സൂചിപ്പിച്ചത്. 2 ലക്ഷം കോടിയാണ് കേരളത്തിന് കേന്ദ്രം ലഭ്യമാക്കാനുള്ളത് അല്ലെങ്കിൽ നൽകാനുള്ളത്. ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് കേന്ദ്രം വരുത്തിയിട്ടും ഒന്നിലും തന്നെ മറ്റ് മേഖലകളിലോ ഒരു മേഖലയിലും ഇതുവരെയും തന്നെ സംസ്ഥാന സർക്കാർ പുറകോട്ട് പോയിട്ടില്ല. എല്ലാ കാര്യങ്ങളും പ്രതിജ്ഞാബദ്ധമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് മന്ത്രി സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അതുതന്നെയാണ് മന്ത്രി സൂചിപ്പിച്ചത്. ഒപ്പം തന്നെയാണ് DA കൊടുത്തു തീർത്തു, DR കൊടുത്തു തീർത്തു, DA കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അതിൽ ജനങ്ങൾക്കും പെൻഷൻകാർക്കും ആശങ്കയുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നിട്ടുള്ളത്. തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളാണ്. എന്നാൽ സർക്കാർ കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയത്.